ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ അഞ്ചാമത്തെ വീഡിയോ ആണ്. സാധാരണ നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ള ചോദ്യമാണ് സ്ക്വയർ റൂട്ട് ഓഫ് 26, സ്ക്വയർ റൂട്ട് ഓഫ് 27 ഇങ്ങനെയുള്ള നമ്പറുകൾ തന്നിട്ട് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുവാനായി. ഇപ്പോൾ നമുക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. എന്നാൽ 26, 27, 28 സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് വന്നിട്ട് അത് നമുക്ക് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് ചെയ്യും? കുറേ അധികം ആൾക്കാർ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. എന്നാൽ ഇങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായി വളരെ എളുപ്പമാണ്. ഉദാഹരണത്തിന് നമുക്ക് 26 എടുക്കാം. ഇപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 26 ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 25 + 1 എന്ന് നമുക്ക് എഴുതാം. റൂട്ട് 25 + 1 എന്ന് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ താഴത്തേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതുക. 25ൻ്റെ റൂട്ട് എത്രയാണ്? 5 ആണ്. 5 + 1 എന്ന് എഴുതുക. ദെൻ ഈ 1നെ ഉണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുള്ള സ്ക്വയർ റൂട്ട് കണ്ടിട്ടുള്ള നമ്പറിൻ്റെ ഇരട്ടി എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക. 5ൻ്റെ ഇരട്ടി എത്രയാണ്? 10. സോ അപ്പോൾ നമുക്ക് ഇതിന് ഇങ്ങനെ എഴുതാം 5 + 0.1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 5.1 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് 26ൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, 27ൻ്റെ സ്ക്വയർ റൂട്ട് കാണുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് സ്ക്വയർ റൂട്ട് കാണാനായിട്ട്, ഉദാഹരണത്തിന് 27 ആണെങ്കിൽ 27 നമുക്കതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെ നമുക്കതിനെ എഴുതാനായിട്ട് സാധിക്കും. റൂട്ട് ഓഫ് 25 + 2 എന്ന് നമുക്ക് എഴുതാം. അതെന്ന് പറയുന്നതാണ് 5 + 2 എങ്ങനെ എഴുതണം? നമുക്ക് സ്ക്വയർ റൂട്ട് കിട്ടിയ നമ്പറിൻ്റെ ഇരട്ടി എടുക്കുക. അതായത് നമുക്ക് സ്ക്വയർ റൂട്ടായിട്ട് കിട്ടിയത് എത്രയാണ്? 5. ഇതിൻ്റെ ഇരട്ടി എടുക്കുക. എത്രയായി? 10. അതെന്ന് പറയുന്നതാണ് 5 + 0.2. ഇത് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? 5.2 എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ആൻസർ കാണാനായിട്ട് സാധിക്കും. വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഈസി മാത്സിൻ്റെ അഞ്ചാമത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.